ദൈവവചനമായ ബൈബിൾ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. വേദപുസ്തകത്തിൽ ദൈവം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ മനുഷ്യനോട് പ്രത്യേകം ചോദിക്കുമ്പോൾ ദൈവം മനുഷ്യനിൽ നിന്ന് വ്യക്തമായ ഉത്തരം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, സമയപരിധിക്കുള്ളിൽ ടൈംലി ആയിട്ടുള്ള ഉത്തരം ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ഉത്തരം നൽകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എന്നാൽ വേദപുസ്തകം പരിശോധിച്ചാൽ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവം ചോദിച്ച ചോദ്യങ്ങൾക്ക് അനേകരും കൃത്യമായ ഉത്തരം പറഞ്ഞില്ല, സമയപരിധിക്കുള്ളിൽ ഉത്തരം പറഞ്ഞില്ല എന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ആദ്യത്തെ ചോദ്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യ നീ എവിടെ? ആദാമിനെ ദൈവം വിളിച്ചു. അതിനുശേഷം ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെ? താൻ ആക്കി വെച്ചിരുന്ന സ്ഥാനത്ത് കാണപ്പെടേണ്ട സിറ്റുവേഷനിൽ കാണാതെ വന്നപ്പോൾ ദൈവം മനുഷ്യനോട് ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെ? പിന്നീട് അങ്ങോട്ട് അനേക സന്ദർഭങ്ങളിൽ ദൈവം അനേകരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് തന്നെ സത്യസന്ധമായി കൃത്യമായ ഉത്തരം നൽകാനായിട്ട് മനുഷ്യന് പറ്റിയില്ല. അടുത്ത വാക്യത്തിൽ തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച പഴം നീ തിന്നുവോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒഴികഴിവുകൾ അല്ലെങ്കിൽ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, കൃത്യമായി സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്തരം പറയുവാൻ നമ്മൾ ബാധ്യതയുള്ളവരാണ് എന്ന് ഓർക്കണം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചോദിച്ച 3 ചോദ്യങ്ങളെക്കുറിച്ച് വളരെ ചെറിയ സമയം കൊണ്ട് ചില ആലോചനകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് 3 വാക്യങ്ങൾ അതിനായിട്ട് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ആണ് ഒന്നാമത്തത്. അതിലാണ് ആദ്യത്തെ ചോദ്യം. അവിടെ കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ പേര് എന്ത്? രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ 39-ാമത്തെ വാക്യം 5-ാം അധ്യായം, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്ത്? മൂന്നാമത്തെ ചോദ്യം അതിൻ്റെ 31-ാമത്തെ വാക്യം, എൻ്റെ വസ്ത്രം തൊട്ടത് ആര്? നമ്മുടെ കർത്താവ് താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഇടപെട്ട സന്ദർഭങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തിയുള്ളതാണ് എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമുക്ക് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിയാം. കർത്താവ് ഗദരദേശത്തേക്ക് എത്തുകയാണ്. ഈ ഗദരദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കല്ലറകളിൽ താമസിച്ചിരുന്ന ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനുണ്ട്. അവൻ യേശു കർത്താവിനെ കണ്ട ഉടനെ എതിർപ്പെട്ടിട്ട് കർത്താവിനെ വാഴ്ത്തി എന്നാണ് നമുക്ക് മറ്റ് സുവിശേഷത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഞങ്ങളെ സമയത്തിന് മുമ്പ് ഉപദ്രവിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ആവലാതി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് കർത്താവ് ഡയറക്റ്റായിട്ട് അവനോട് ചോദിക്കുകയാണ്, നിന്റെ പേര് എന്താകും? ഒന്നാമത്തെ ചോദ്യം, നിന്റെ പേരെന്ത്? നമുക്കറിയാം, നമ്മളൊക്കെ സാധാരണ ആൾക്കാരോട് പരിചയപ്പെടുമ്പോൾ എന്താ പേര് എന്ന് ചോദിക്കാറുണ്ട്. സത്യസന്ധമായിട്ടും നമ്മുടെ പേര് നമ്മൾ പറയും, അല്ലെങ്കിൽ അഡ്രസ്സ് പേരും അതിനോടൊപ്പം അഡ്രസ്സും ഒക്കെ പറയും. അതൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമാണ്. എന്നാൽ കർത്താവ് ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നത് ആ നിലയിൽ ഒരു പരിചയപ്പെടലിൻ്റെ ഉദ്ദേശത്തിലല്ല, മറിച്ച് ഒരു ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ ഒരു സമ്മതം അവിടെ നിന്ന് ആവശ്യമാണ് എന്നുള്ള തരത്തിലായിരുന്നു. നിന്റെ പേര് എന്ത് ആണ്? നമുക്കറിയാം, ഈ ഭൂതഗ്രസ്തൻ അവനിൽ ബാധിച്ചിരുന്ന അശുദ്ധാത്മാവ് അത് ലഗ്യോൻ ആയിരുന്നു. ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 എണ്ണം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പം ഒരുപാട് ഭൂതങ്ങൾ അവനിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. താമസം കല്ലറയിലായിരുന്നു, തുണി ധരിക്കാറില്ലായിരുന്നു, തന്നെത്താനെ കല്ലുകൊണ്ട് ഇടിച്ചും ചതച്ചും ദണ്ണിപ്പിച്ച് എത്ര ശോചനീയമായിട്ടായിരുന്നു അവൻ്റെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ പേര് എന്താകും? നമുക്കറിയാം, നമ്മുടെ പേര് ചോദിച്ചാൽ ആ പേരിന് കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണ് വേണ്ടത്. എന്നാൽ ഇന്നത്തെ ഒരു ലോകത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പലപ്പോഴും സംഭവിക്കുന്നില്ല. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ചുറ്റുപാട്, ഇന്നത്തെ ലോകം ഒക്കെ ഫേക്ക് ഐഡികളുടെ കാലമാണ്. ആരും സത്യം ഉള്ള പോലെ പറയാറില്ല. ഫേസ്ബുക്കിലും അതുപോലെ വാട്സാപ്പിലും അങ്ങനെയൊക്കെ ഒത്തിരി ഐഡീസ് ക്രിയേറ്റ് ചെയ്യും. ഇതിൽ ഒരുപാടെണ്ണം വ്യാജന്മാരാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പലപ്പോഴും ചെറുപ്പക്കാരൊക്കെ എന്താ പറയുന്നത്, ഈ ഐഡിയിലെ ആ പ്രൊഫൈൽ പിക്ചറും അതുപോലെ ഒക്കെ കണ്ടിട്ട് ഇത് ഏതോ വളരെ കൊള്ളാവുന്ന ഒരാളാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും, ചാറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു ഫേക്ക് ഐഡിയ ആയിരുന്നു എന്ന്.
ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫേക്ക് ഐഡികളുടെ കാലത്ത് അല്ലെങ്കിൽ ഈ മുഖംമൂടികളുടെ കാലത്ത് നമ്മുടെ പേരെന്താണ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ തുറന്ന് സമ്മതിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നീ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ള അവസ്ഥ ഉള്ളതായ നിലയിൽ പറയാനായിട്ട് ഇടയായിത്തീരണം. ഈ ഫേക്ക് ഐഡിയയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അത് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതയാണെന്ന്. പക്ഷേ ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത മാത്രമായിട്ട് കാണണ്ട, പണ്ടും ഇതുണ്ടായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. യാക്കോബ് ഇസ്ഹാക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഞാൻ നിൻ്റെ മകനായ ഏശാവാണ്. അപ്പോൾ യാക്കോബിനെ തപ്പി നോക്കിയ ഇസ്ഹാക്ക് കൈയൊക്കെ നല്ല രോമം ഉണ്ടെന്ന് കണ്ടിട്ട് ഇത് ഏശാവിനെ പോലെ ഉണ്ട്, പക്ഷെ ശബ്ദം അത് യാക്കോബിൻ്റെയാണ്. അപ്പോൾ ഉറപ്പിച്ച് പറയാം, അല്ല ഞാൻ നിൻ്റെ മകൻ ഏശാവ് തന്നെയാണ്. ഇത്ര വേഗം എങ്ങനെയാണ് വരാൻ സാധിച്ചത്? അതിനും മറുപടി കൊടുക്കുകയാണ്. ന്യായീകരണങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്നത് നോക്കണേ. നിന്റെ ദൈവമായ യഹോവ നമുക്ക് വേണ്ടി കരുതി എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തന്നു. അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇതിനെ കിട്ടിയത് എന്ന് യാക്കോബ് പറയാണ്. അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനത്തെ കപടം അത് തൻ്റെ ജീവിതത്തിൽ പലതവണ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരിക്കൽ യബ്ബോക്ക് കടവങ്കൽ വെച്ച് ഒരാൾ ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അവിടെ യാക്കോബ് തുറന്ന് സമ്മതിക്കുകയാണ്, എൻ്റെ പേര് യാക്കോബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഞാൻ ഉബായി. ആ ഉള്ളതുപോലെ സമ്മതിച്ചതിന് ശേഷമാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം യാക്കോബിനെ ഇസ്രായേൽ എന്ന് പേര് മാറ്റി അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസിനെ നമ്മുടെ കർത്താവ് മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച് ആ തിബരിയാസ് കടൽക്കരയിൽ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർ കൂടിയിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വായിക്കുമ്പോൾ 3 പ്രാവശ്യം ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. പത്രോസ് ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഉത്തരം പറയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ഉത്തരങ്ങളിൽ അസത്യമായിരിക്കില്ല, അർദ്ധസത്യമായിരിക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, അർദ്ധസത്യങ്ങളും അസത്യം പോലെയാണ് പരിഗണിക്കപ്പെടുന്നത്. പൂർണ്ണമായിട്ടും ഞാൻ നുണ പറഞ്ഞില്ല എന്ന് ആശ്വസിക്കാൻ വകയില്ല. ഈ അർത്ഥസത്യങ്ങളൊക്കെ നമ്മുടെ അതിൻ്റെ ഇൻറ്റൻഷൻ, നമ്മുടെ മനോഭാവം, നമ്മൾ അതിന് വേണ്ടി കാണിക്കുന്ന അതിൻ്റെ പിന്നിലെ താല്പര്യം, ഇതൊക്കെ ദൈവം വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പത്രോസ് പറയാണ്, കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസെ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയാണ്, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. മനസ്സിലായോ? പേര് ചോദിച്ചാൽ പേരല്ല പറയുന്നത്, വേറെ ഒരു ഉത്തരം പറയാം. പിന്നെയും ചോദിക്കുകയാണ്, മൂന്നാമത് ചോദിച്ചു, ഈ പത്രോസെ, നിനക്ക് ഈ പ്രിയമെങ്കിലും വാസ്തവമായിട്ടും എന്നോടുണ്ടോ? അപ്പോൾ പത്രോസ് തകർന്ന മനസ്സോടെ പറയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് എന്തോരം പ്രിയം നിന്നോടുണ്ട്, അതും നീ അറിയുന്നുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാനായിട്ട് ഇടയായത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അസത്യങ്ങൾ, അർത്ഥസത്യങ്ങൾ, ഇതൊക്കെ പറയുന്നത് എത്രമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും എന്നുള്ളതാണ്. യാക്കോബ് സത്യം തുറന്നു പറഞ്ഞ് അവിടെ സമ്മതിച്ചത് ഹോശേയ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്, കരഞ്ഞ് കാല് പിടിച്ചെന്നാണ്. അപ്പം പൊരുതി ജയിച്ചതിനെക്കുറിച്ചും ദൈവത്തോട് പൊരുതി നേട്ടം നേടിയതിനെക്കുറിച്ചും പറയുമ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ ഉള്ള അവസ്ഥ പറഞ്ഞ് കരഞ്ഞ് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് കാല് പിടിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ജീവിതത്തിലൊരു വലിയ വ്യത്യാസം. ഞാനൊരു ഉപായിയാണ് കർത്താവെ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അവനെ പുതിയൊരാളായി മാറ്റുവാൻ, ദൈവത്തിൻ്റെ പ്രഭുവാക്കി മാറ്റുവാനായിട്ട് ദൈവം തയ്യാറാകുന്നു. അങ്ങനെ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറുന്നു. പത്രോസ് ഉള്ള കാര്യം സമ്മതിച്ച്, കർത്താവെ, എൻ്റെ മനസ്സിൽ നിന്നോട് എത്രയും പ്രിയമുണ്ട്, അത് നിനക്ക് യഥാർത്ഥമായിട്ട് അറിയാമല്ലോ എന്ന് സമ്മതിച്ചേറ്റ് പറഞ്ഞപ്പോൾ വലിയ മനുഷ്യരെ പിടിക്കുന്ന ഒരു പ്രസംഗത്തിൽ തന്നെ അവിടെയുള്ള സകല മത നേതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കാൻ ധൈര്യമുള്ളവനായി, ഭീരുത്വത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന മനുഷ്യനെ ഏറ്റവും ധൈര്യശാലിയായിട്ട് ഉയർത്തുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. ഇവിടെ ഈ ലെഗ്യോൻ ബാധിച്ച മനുഷ്യനോട് അല്ലെങ്കിൽ അവരോട് കർത്താവ് ചോദിക്കണം, നിന്റെ പേരെന്ത്? അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗ്യോൻ. അതിനൊരുപാട് ആശയങ്ങളുണ്ട്. ഇവിടെ ഈ ദെക്കപ്പൊലി നാട് അല്ലെങ്കിൽ ഈ ഗദര ദേശം, അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ദേശക്കാരനാണ് എന്നവൻ സമ്മതിക്കുകയാണ്. അത് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അത് സമ്മതിക്കുന്നു. എന്താണ് ആ ദേശത്തിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, പഴയ നിയമം പരിശോധിച്ചാൽ രൂബേൻ ഗോത്രത്തിനും ദാൻ ഗോത്രത്തിനും അവകാശമായി കിട്ടിയ സ്ഥലമാണ്. അവർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കാമെന്നായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതിനുവേണ്ടിയാണ് അവരെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ പാലും തേനും ഒഴുകുന്ന ദേശം എത്തുന്നതിന് മുമ്പ് തന്നെ പുല്ലുള്ള ദേശം കണ്ടപ്പം ആ പിതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് മതി, കന്നുകാലിയെ വളർത്താനായിട്ട് ഇതാണല്ലോ നല്ലത്, ഞങ്ങൾ ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. അവസാനം
അത് സമ്മതിച്ച് അവർക്ക് ആ ദേശം കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കന്നുകാലി വളർത്താൻ വേണ്ടി പുല്ലുള്ള ദേശം തിരഞ്ഞെടുത്തതിൻ്റെ കാഴ്ചപ്പാട് മാറിയിട്ട് ഇപ്പോൾ കൃഷി ആടിന് പകരം അല്ലെ കന്നുകാലികൾക്ക് പകരം പന്നിയായിട്ട് മാറും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം അധപതനം ഉണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ മനുഷ്യൻ, ഈ ഭൂതഗ്രസ്തൻ, അവൻ്റെ അവസ്ഥ കർത്താവിനോട് തുറന്നു പറഞ്ഞു. മറ്റുള്ളവരത് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ലെഗ്യോൻ ബാധിച്ച അല്ലെ ഈ ഭൂതങ്ങളുടെ അടിമയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇവൻ്റെ സ്ഥലം എവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. കല്ലറകളിലായിരുന്നു താമസം. അവന് തന്നെത്താൻ കല്ലുകൊണ്ട് ഇടിച്ച് ചതച്ചൊക്കെയാണ് കഴിഞ്ഞു വന്നിരുന്നത്. മറ്റ് സുവിശേഷങ്ങൾ ഇതേ കാര്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, അതുപോലെ മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ ഭാഗം തന്നെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആശയം കിട്ടും. അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. അതുപോലെ ഇവനെ ബന്ധിച്ചിരുന്ന ഇരുമ്പ് ചങ്ങലകളൊക്കെ, ബന്ധനങ്ങളൊക്കെ വലിച്ചു പൊട്ടിക്കുമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഈ അശുദ്ധാത്മാവിന്റെ പിശാചിന്റെ പ്രവർത്തനം ഉണ്ടായാൽ അവൻ എന്തുമാത്രം അധപ്പതിക്കും എന്നുള്ളതിന്റെ തെളിവാണിതെല്ലാം. അങ്ങനെ ഇരുന്ന ആ വ്യക്തി, കർത്താവേ, ഞാൻ ഈ നിലയിൽ താറുമാറായവനാണ്, ഞാൻ ലെഗ്യോൻ ബാധിച്ചവനാണ് എന്ന് സമ്മതിക്കാനിടയായി തീർന്നു. കർത്താവ് അവൻ്റെ ഭൂതത്തെ ശാസിച്ച് അവനോട് പുറത്തു പോകാൻ പറയുന്നു. ആ മനുഷ്യൻ സുബോധമുള്ളവനായിട്ട്, ഏറ്റവും മാന്യനായിട്ട്, വസ്ത്രം ധരിച്ച് അപ്പോൾ അവൻ സുബോധമുള്ളവനായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നിന്റെ പേരെന്ത്? നീ ആരാകുന്നു? ആ ഫേക്ക് ആയിട്ടുള്ള IDs ഒക്കെ മാറ്റുക. നമ്മുടെ മാസ്ക്, മുഖം മൂടി അഴിച്ചു വെക്കുക. കാരണം ഒന്നാമത് ഇതൊന്നും കാണിച്ചിട്ട് പറ്റിക്കാവുന്ന ഒരാളല്ല നമ്മുടെ കർത്താവ്. അവൻ്റെ മുമ്പിൽ എബ്രായ ലേഖനക്കാരൻ പറയുന്നത് സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം. ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ള അവസ്ഥ തുറന്ന് പറയുവാനായിട്ട്, ഏറ്റുപറയാനായിട്ട് ഇടയായാൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന് അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മിനിമം വേണ്ട ഒരു കാര്യം, ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് താനൊരു പാപിയാണ്, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് സമ്മതിച്ചേറ്റ് പറയുകയാണ്. ഒരു രോഗി ഒരു ഡോക്ടറെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു മനോഭാവം, നമ്മളൊക്കെ ഏതെങ്കിലും രോഗം വരുമ്പോൾ ഡോക്ടേഴ്സിനെ കാണാറുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മൗനമായി സമ്മതിക്കുന്ന, ഏറ്റുപറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് പരസ്യമായിട്ടൊന്നും എല്ലാ പ്രാവശ്യവും നമ്മൾ പറയാറില്ല, പക്ഷെ നമ്മുടെ മനോഭാവം അതാണ്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു രോഗിയാണ്, ഐ എം എ പേഷ്യൻറ്റ്. എനിക്ക് രോഗമില്ലെങ്കിൽ പിന്നെ ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റുപറയും, അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കുന്ന, മൗനമായി സമ്മതിക്കുന്ന കാര്യം, എനിക്ക് സ്വയമായിട്ട് ഇതിന് ചികിത്സിച്ച് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എൻ്റെ രോഗത്തെ ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല, പ്രാപ്തി എനിക്കില്ല. ഞാൻ ഒരു നിസ്സഹായനാണ്. അപ്പോൾ ഞാനൊരു രോഗിയാണ്, എനിക്ക് സ്വയമായി ചികിത്സിക്കാനായിട്ട് കഴിയത്തില്ല. മൂന്നാമത് നമ്മൾ ഒരു കാര്യം കൂടി സമ്മതിക്കും, താങ്കൾക്ക് എന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ഡോക്ടറുടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ അടുത്ത് പോകുമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ഒന്നാമതായിട്ട് വേണ്ടത് താൻ ആരാണ് എന്നറിയണം. വേദപുസ്തകം വ്യക്തമാക്കുകയാണ്, ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും അതിനകത്തൊരു എക്സെപ്റ്റഡ് ആയിട്ടുണ്ടോ? ആരെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും പാപികളാണ്. പക്ഷേ ഈ അറിവുണ്ടായാൽ മാത്രം പോരാ, അത് സമ്മതിച്ചേറ്റ് പറയാനായിട്ട് തയ്യാറാണ്. കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക, അവനോട് പറയാം, കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. കർത്താവേ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും, നിനക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും, അത് ഞാൻ അംഗീകരിക്കുന്നു. ഈ മനോഭാവത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെടുവാനായിട്ട് കർത്താവ് വഴിയൊരുക്കിയിട്ടുണ്ട്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, നിന്റെ പേരെന്ത്? നമ്മുടെ മുഖം മൂടികൾ മാറ്റി വെക്കാം, ഉള്ളത് ഏറ്റു പറയാം, പൂർണ്ണമായും സമ്മതിച്ച് ഏറ്റു പറയാം. കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, രക്ഷിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഓർഡർ പ്രകാരം അത് മൂന്നാമത്തെ ചോദ്യമാണ്, എങ്കിലും ഞാൻ രണ്ടാമതായിട്ട് ആ ചോദ്യം അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ 39-ാമത്തെ വാക്യം, 5-ാം അധ്യായം 39-ാമത്തെ വാക്യം: നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കർത്താവ് ഈ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയതിന് ശേഷം അവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചു. ഈ ഭൂതങ്ങൾ, ലെഗ്യോൻ, അവരൊരു കാര്യം കർത്താവിനോട് അപേക്ഷിച്ചു, ഞങ്ങളെ ആ പന്നിക്കൂട്ടങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കണം. അവിടെ ഒരു കൂട്ടം പന്നികൾ മേഞ്ഞുകൊണ്ടിരുന്നു. കർത്താവ് അതിന് അനുമതി കൊടുത്തു. ഈ ഭൂതങ്ങൾ ചെന്നതോടെ ആ പന്നികൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അതുങ്ങൾ കടലിൽ ചാകാനായിട്ടിടയായിരുന്നു. ഇതറിഞ്ഞ അവിടുത്തെ ആൾക്കാർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട്
അവർക്കുണ്ടായ നഷ്ടം കണ്ടിട്ട് പറയുകയാണ് ഞങ്ങളുടെ ദേശം വിട്ടു പോകണം. കർത്താവ് അവിടെ വിട്ടുപോരാനിടയായി തീർന്നു. തിരിച്ച് വീണ്ടും ഇക്കരയ്ക്ക്, ഈ ഗലീല കടലിൻ്റെ ഇക്കരയ്ക്ക് സഞ്ചരിച്ചു. അവിടെ വന്നപ്പോൾ നടന്ന 2 സംഭവങ്ങളാണ് അടുത്ത ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. കർത്താവ് യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ലൂക്കോസ് പറയുന്ന അനുസരിച്ചാണ് ഏകജാതയായ മകൾ, ഒരേ ഒരു മകൾ, കുഞ്ഞ് മകൾ, അവൾ മരിക്കാനിടയായി. അവളെ ഉയർപ്പിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കലേക്ക് യായിറോസ് വന്നിരിക്കുകയാണ്. എന്നെ സഹായിക്കണം, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം. കർത്താവ് ആ യായിറോസിൻ്റെ ഒപ്പം ചെന്നു. അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ കണ്ടതെന്താണെന്നറിയോ? അവിടെ മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന കുഴലൂത്തുകാരെയും ആരവാരത്തെയും കണ്ടിട്ട് അവരെ പുറത്തു പോകാനായിട്ട് അവരോട് പറഞ്ഞു വെച്ചെന്നുള്ളതാണ്. നമ്മളൊരു പക്ഷേ ആലോചിക്കും, എന്തിനാണ് കർത്താവ് ഈ വിലപിക്കുന്നവരെ പുറത്താക്കിയത്? അവരെ ഈ ആരവാരം കരച്ചിലൊക്കെ എന്തിന് എന്ന് ചോദിച്ച ആ ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുന്നത് എന്നൊരു പക്ഷേ നമുക്കൊരു സംശയം ഉണ്ടായേക്കാം. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ കറക്റ്റ് പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ അന്നത്തെ കാലത്ത് ഇവർക്ക് ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് യഹൂദന്മാരെ ഏറ്റവും അധികം വിമർശിച്ചത് അവരുടെ സമ്പ്രദായങ്ങളെ പ്രതിയാണ്. അവര് ദൈവവചനത്തെ അവരുടെ സമ്പ്രദായങ്ങൾ വെച്ച് കൂട്ടിക്കളയുകയാണ്. ഇവിടെ ഈ ഒരു ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, ഉടനെ തന്നെ അവരുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിലാപ പരിപാടി അത് സംഘടിപ്പിക്കുക എന്നുള്ളത്. അതിന് പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ, വിലാപക്കാരത്തികളും പ്രലാപക്തന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പഴയ നിമിത്തത്തിൽ യെരമ്യാ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനുവേണ്ടി കാശ് കൊടുത്ത് ഇത് ജയിപ്പിക്കാൻ പറ്റിയ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി ഒന്നും ചെയ്യണം, ഒരു ആത്മാർത്ഥതയില്ല. ഈ പറയുന്ന ജയിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു ആത്മാർത്ഥതയില്ല. പിന്നെ ന്യായമായിട്ട് ഉണ്ടാകുന്ന ഒരു സങ്കടമോ അല്ലെ അതോ ഇപ്പം കർത്താവ് ലാസറിന്റെ കല്ലറക്കൽ ചെന്ന് താൻ കരഞ്ഞു, അവിടെ ഉള്ളവർ കരയുന്നത് കണ്ടു, അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. എന്നാൽ അതല്ലാതെ ഈ സമ്പ്രദായങ്ങൾ വളരെയധികം ആ ജനത്തെ ഗ്രസിച്ചിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് കർത്താവ് നിശിതമായിട്ട് വിമർശിച്ചത്, അവരെ പുറത്താക്കാനായിട്ട് കൽപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ, ഇതൊക്കെ ഈ റിച്വൽസ് അല്ലെങ്കിൽ മതാചാരങ്ങൾ, സമ്പ്രദായങ്ങൾ, ഇതിനെ കർത്താവ് വളരെയധികം വിമർശിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മതനേതാക്കന്മാരുടെ ആലോചന, അതാണ് ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അതിനെ പാടെ ഒഴിവാക്കണം, അതിൽ നിന്ന് വേർപെടണം. അങ്ങനെയാണ് മാത്രമേ ജീവിതത്തിൽ ഉണർവുണ്ടാകാനായിട്ട് സാധിക്കത്തുള്ളൂ. മത നേതാക്കന്മാരുടെ ആലോചന, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞ മനുഷ്യരുടെ ആലോചന, അത് കർത്താവിന് വളരെ ഇഷ്ടമില്ലാത്ത, ദേഷ്യമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, 1-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. അപ്പോൾ ഈ ദുഷ്ടന്റെ ആലോചന? നമ്മൾ ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ഒരു മോശം ആയിട്ട് ജീവിക്കുന്ന ഒരാളോട് പോയിട്ട് ഒരു കാര്യത്തിന് ആലോചന ചോദിക്കും? ഒരിക്കലുമില്ല. നമ്മൾ ചോദിക്കുന്നത് താരതമ്യേന നമ്മളെക്കാൾ നല്ല നിലയിൽ ജീവിക്കുന്ന മാന്യന്മാരായിട്ടുള്ള, മോറലി കറക്റ്റ് ആയിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ടാണ് ഉപദേശങ്ങളോ അല്ലെ ആലോചനയോ ചോദിക്കുന്നത്. നമുക്കറിയാൻ മേലാത്തൊരു കാര്യത്തെക്കുറിച്ച്. ഒരിക്കലും ഒരു കള്ളന്റെയോ അല്ലെ ഒരു കൊള്ളക്കാരൻ്റെയോ പിടിച്ചുപറിക്കാരൻ്റെയോ അടുത്ത് ചെന്നിട്ട് നമ്മളൊരു ആലോചന ചോദിക്കത്തില്ല. അപ്പോൾ ഈ ദുഷ്ടന്മാരുടെ ആലോചന എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ലളിതമായി പറയാം, മനുഷ്യരുടെ ആലോചന. ദൈവത്തിൻ്റെ ആലോചന അല്ലാതെ മനുഷ്യരുടെ ആലോചന, മതനേതാക്കന്മാരുടെ ആലോചന, സമ്പ്രദായങ്ങൾ കൊണ്ടുവരുന്ന ആലോചന, ഇതിനെ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനോ ആചരിക്കുവാനോ പാടില്ല. ഇതാണ് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇവരെ പുറത്താക്കണം, അവരിൽ നിന്ന് വേർപെടണം. അവരെ വേർപെടുത്തി മാറ്റിക്കഴിയുമ്പോഴാണ് ഉണർവുണ്ടാകുന്നത്. കർത്താവ് അവിടെ പറയണം, ഞാൻ ഈ കുട്ടിയെ ഉണർത്താനായിട്ട് പോവുകയാണ്. ആ കുഴലൂത്തുകാരെയും ആ പാട്ടുകാരെയും വിലാപക്കാരെയും എല്ലാം അവിടെ നിന്ന് പുറത്താക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വേർപാട് ജീവിതത്തിൽ വന്നു. വേർപാട് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് ലൂക്കോസും മത്തായിയും അത് എഴുതിയിട്ടുണ്ട്. അവിടെയുള്ളവർ അവനെ പരിഹസിച്ചു. ആരെ പരിഹസിച്ചു? കർത്താവിനെയും പരിഹസിച്ചു, ആ വീട്ടുകാരെയും പരിഹസിച്ചു. ഇവൻ ഈ കൊച്ചിനെ ഇപ്പോൾ ഉണർത്താൻ പോവുകയാണ്, ഒരിക്കലും നടക്കത്തില്ല, എന്നാ പരിപാടിയാണ്. അവരുടെ പാട്ടും പരിപാടിയും ബാൻഡ് സെറ്റും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഈ കാര്യം വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് കർത്താവിനെയും ആ വീട്ടുകാരെയും ഒക്കെ വളരെ പരിഹസിക്കുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു സെപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആൾക്കാർ നമ്മളെ പരിഹസിക്കും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തുകൊണ്ടിരുന്നാൽ, മനസ്സിലായോ? അതായത് ലോകത്തിൽ എങ്ങനെയാണോ ആ ഒഴുക്കിൻ്റെ ഒപ്പം നീന്തി പോകുന്നത്, ആരും നമ്മളെ ചോദ്യം ചെയ്യില്ല, ആരും നമ്മളെ തുറച്ചു നോക്കത്തില്ല, ആരും നീ എന്നെ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കത്തില്ല. പക്ഷേ വെനവർ നമ്മളൊന്ന് തിരിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ,
അവിടെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അവിടെയാണ് കല്ലേറുകൾ ഉണ്ടാകുന്നത്. എന്തിനാ അങ്ങനെ ചെയ്തത്? അങ്ങനെ പാടില്ലല്ലോ, അത് ഒരു ശരിയായ കാര്യമല്ലല്ലോ. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വരും. ഈ വേർപാടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ചേഞ്ച്, ഒരു മാറ്റം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഉറപ്പാണ് പരിഹാസം ഉണ്ടാവും, അനേക ചീത്തകളുണ്ടാവും, കല്ലേറുകളുണ്ടാവും. പക്ഷേ സധൈര്യം അതിനെ നേരിടുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ യായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന് ഈ വിലാപക്കാരെ മുഴുവൻ കർത്താവ് പുറത്താക്കി. താൻ ചെയ്തത് എന്താണെന്നറിയാമോ? തൻ്റെ പ്രിയ ശിഷ്യന്മാരെ 3 പേര് അവരോടൊപ്പം ഈ അപ്പനെയും അമ്മയും മാത്രം കൂട്ടിക്കൊണ്ട് ആ മുറിയിൽ കയറി കുഞ്ഞിൻ്റെ അടുക്കൽ ചെന്നു. തലീത കൂമി എന്ന് പറഞ്ഞു, ബാലെ എഴുന്നേൽക്കുക. ആ കുട്ടി എഴുന്നേറ്റ് ജീവൻ ഉള്ളവളായിട്ട്, ആത്മാവ് അവളിൽ തിരികെ വന്നു, അവൾ ജീവനുള്ളവളായിട്ട് എഴുന്നേൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉടനെ തന്നെ കർത്താവ് അതിൻ്റെ 43-ാം വാക്യം വായിച്ചാൽ മനസ്സിലാകും. അവരോട് പറയുകയാണ്, അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന് ആത്മീയമായ അർത്ഥം ഞാനിങ്ങനെ പറയുകയാണ്. ഒരാൾ അയാളുടെ ജീവിതത്തിൽ വേർപാട് അനുഷ്ഠിച്ച് ആ നിലയിൽ മുമ്പോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഭക്ഷിക്കാൻ കൊടുക്കണം, വചനം പഠിപ്പിക്കണം. നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത്. വെറുതെ ചുറ്റും നിന്ന് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയല്ല, പിന്നെ എന്താ ചെയ്യണം? അവരെ വചനം പഠിപ്പിക്കണം, അവരെ ആ വേർപാടിൽ ഉറച്ചു നിൽക്കുവാനായിട്ട്, ആ ഉണർവ് അതിനെ തുടരുവാനായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അതിന് ഉള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ കർത്താവിൻ്റെ 2ാമത്തെ ചോദ്യം അത് നമ്മുടെ തെറ്റായ രീതികളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഈ ആരവാരവും കരച്ചിലും എന്ത്? മനുഷ്യൻ്റെ ആലോചനയെ, മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മളെ അന്ധമായി തടവിലാക്കി വെച്ചിരിക്കുന്ന സമ്പ്രദായങ്ങളെ, അതിനെയൊക്കെ തിരുത്തുവാൻ, ചോദ്യം ചെയ്യുവാനുള്ള ആഹ്വാനമായിരുന്നു ആ ചോദ്യത്തിലുള്ളത്. അതിനോട് പൂർണ്ണമായിട്ട് സമ്മതം പറഞ്ഞ്, കർത്താവെ ഞാനിതാ പുറത്താക്കുന്നു, അവരെല്ലാം നമുക്ക് പുറത്താക്കാം എന്ന് പറഞ്ഞ് ആമേൻ പറയുവാനായിട്ട് നമുക്കിടയായി തീരണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 3ാമത്തെ ചോദ്യം ഈ സംഭവത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ആ വഴിക്ക് സംഭവിച്ചതാണ്. യായിറോസിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ കർത്താവ് ഒരുപാട് പുരുഷാരം കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. അവിടെ നമുക്കറിയാം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ, ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ദീർഘവർഷങ്ങളായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. അവളുടെ ആരോഗ്യസ്ഥിതി നമുക്കറിയാം വളരെ ബലഹീനമായിരിക്കും. ഉള്ളത് മുഴുവൻ, സമ്പാദ്യം മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തു, ഒരു സൗഖ്യവും ലഭിച്ചില്ല. അപ്പോൾ ഫിനാൻഷ്യലി ബ്രോക്കൺ ആയിട്ടുള്ള, ഫിസിക്കലി വളരെ തകർന്നിട്ടുള്ള, അങ്ങനെ നിരാശയുള്ള ഒരു സ്ത്രീ. പക്ഷേ ആ സ്ത്രീ മനസ്സ് വിചാരിച്ചു, ഞാൻ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവളുടെ വിശ്വാസം എത്ര തീക്ഷ്ണമായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാനായിട്ട് സാധിക്കും. ലേവ്യ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ റിച്വലി എത്ര അൺക്ലീൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു സ്ത്രീ തന്നെ അവളുടെ വസ്ത്രത്തെ ഒന്നും തൊടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു ഗുരുവിനെ തൊടാനായിട്ട് ധൈര്യം കാണിക്കുന്നല്ല പറയുന്നത്, അതിന് എന്താ പറയുന്നത്, റിസ്ക് എടുക്കുക. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമത്. പക്ഷേ അവൾ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ആ ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ആ തിക്കിലും തിരക്കിലും വന്നിട്ട് അവൾ തൊട്ടു, വസ്ത്രത്തിലെ തൊങ്ങൽ തൊട്ടു. കർത്താവ് അറിഞ്ഞു ഉടനെ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറഞ്ഞു. തിരിഞ്ഞു വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ വസ്ത്രം തൊട്ടതാര്? എന്നെ തൊട്ടതാരെന്നല്ല, എൻ്റെ വസ്ത്രം തൊട്ടതാര്? പക്ഷെ ശിഷ്യന്മാരത് കേട്ടിട്ട് ചോദിക്കണേ, എൻ്റെ കർത്താവ് എന്നാ ചോദ്യം ഇത്? ഇത്രയും ഭയങ്കര തിക്കും തിരക്കും അതിൻ്റെ ഇടയ്ക്ക് എന്നെ തൊട്ടതാര് എന്ന് ചോദിച്ചാൽ എന്നതാ അതിൻ്റെ ഒരു മറുപടി പറയുന്നത്? എത്ര പേര് തൊട്ടിട്ടുണ്ടാവും? അതെ, ഒത്തിരി പേര് തൊട്ടിട്ടുണ്ടാവും. അവരിൽ പലരും ആയിരുന്നിരിക്കാം. പക്ഷെ ഞാനിങ്ങനെ പറയട്ടെ, ആ രോഗികൾക്കൊന്നും സൗഖ്യം ലഭിച്ചില്ല. എന്നാൽ വിശ്വാസത്തോടുകൂടി എനിക്ക് സൗഖ്യം കിട്ടും, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ച ആ സ്ത്രീക്ക് സൗഖ്യം കിട്ടി. കർത്താവ് അങ്ങനെ തൊടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചായിരുന്നു നോക്കിയത്, ആ ചോദ്യം ചോദിച്ചത്. അവൾ ആദ്യം മറഞ്ഞിരിക്കാൻ ശ്രമിച്ചു കാണും. പക്ഷേ എന്നെ തൊട്ടതാര് എന്നുള്ള കർത്താവിൻ്റെ പിന്നെയുള്ള ചോദ്യത്തിൽ അവൾ തന്നെ വെളിപ്പെടുത്താൻ നിർബന്ധിതയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, സൗഖ്യം ലഭിച്ചാൽ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം സാക്ഷ്യം വഹിക്കണം. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, പാപരോഗത്തിന് സൗഖ്യം വന്നാൽ, ജീവിതത്തിൽ ജീവൻ പ്രാപിച്ചാൽ, ആ ജീവൻ്റെ ലക്ഷണമായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കാണിക്കാനായിട്ട് വേണം. ജീവൻ ഉള്ളവയുടെ ലക്ഷണങ്ങൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ജീവനുള്ളവ പ്രതികരിക്കും, ജീവനുള്ളവ ചലിക്കും, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊരു പോയിന്റ് ഇതാണ്, ജീവനുള്ളവ പ്രതികരിക്കും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണ്,
ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ സ്ലീപ്പിംഗ് മോഡിലാണ്, കോമയിലാണ്. അങ്ങനെയുള്ളവരെ അല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന, പ്രതികരിക്കുന്ന, എൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പുറത്ത് കാണിക്കാൻ ധൈര്യപ്പെടുന്ന അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ആവശ്യം. ഒരുപക്ഷെ നമുക്ക് അതിനുള്ളൊരു മടിയുണ്ടെങ്കിൽ, അല്ലെ അതിനുള്ളൊരു സാഹചര്യമില്ലെങ്കിൽ, അതിന് അവസരം ഉണ്ടാക്കി തരാനായിട്ടും കൂടെ നമ്മുടെ കർത്താവിന് സാധിക്കും. ഇവിടെ ഈ സ്ത്രീക്ക് കർത്താവ് ഒരുക്കി കൊടുത്തത് സാക്ഷ്യത്തിനുള്ളൊരു അവസരമായി. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവിനോട് ഞാൻ നിന്നെ തൊട്ടു എന്ന് പറയാണ്. മാത്രമല്ല തൽക്ഷണം എനിക്ക് സൗഖ്യം വന്നു കർത്താവേ എന്ന് എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞു. അതെ, അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഉറക്കെ പറയണം, വ്യക്തമായി പറയണം, വിളിച്ചു പറയാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് നമുക്ക് തരുന്ന അവസരം, സാക്ഷ്യത്തിനുള്ള ഒരു അവസരം, അത് ഉപയോഗിക്കാനായിട്ട് എത്രത്തോളം നമുക്ക് ഒരുക്കമുണ്ട്? നമ്മൾ അതിന് വില്ലിങ്നെസ് ഉള്ളവരാണോ? സന്നദ്ധത ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം, ഒരു പ്രതികരണം കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മറുപടി ആ സ്ത്രീ നൽകിയപ്പോൾ കർത്താവ് അവളെ വിളിക്കുകയാണ് മകളെ. എന്തോ ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു കോളാണ്, ഒരു ടൈറ്റിലാണ്, മകളെ. കർത്താവിൻ്റെ മകളായി തീരുവാൻ, ഒരു പൈതലായി തീരുവാൻ അവസരം ലഭിക്കുന്നവർ, മക്കളായി തീരുന്നവർ, അവർ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുന്നവരെ ആയിട്ട് തീരണം. ഈ 8-47 ലൂക്കോസിന്റെ സുവിശേഷം 8-47 ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തനിക്ക് സംഭവിച്ചത് എന്താണ്? സൗഖ്യം വന്നത്, തൽക്ഷണം സൗഖ്യം വന്നത്, കുറച്ച് നാൾ കഴിഞ്ഞിട്ടില്ല, ആ തൊട്ട ഉടനെ സൗഖ്യം വന്നത് എല്ലാം ഉറക്കെ അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ആദ്യമേ സൗഖ്യം പ്രാപിച്ച, അല്ലെ കർത്താവ് സൗഖ്യം നൽകിയ ഭൂതഗ്രസ്തൻ, അവനോട് കർത്താവിൻ്റെ കൂട്ടത്തിൽ പോരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരോട് പോയിട്ട് ഈ കാര്യം പറയുക. അയാൾ എന്താ ചെയ്തതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദെക്കപ്പുലി നാട്ടിലെല്ലാം തനിക്ക് ചെയ്തതൊക്കെയും ഘോഷിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷ നമ്മൾ പറയണ മൈക്ക് കെട്ടി മുഴുവൻ അനൗൺസ് ചെയ്തു. അതായിരുന്നു സംഭവിച്ചത്. തൻ്റെ സാക്ഷ്യം അങ്ങനെയായിരുന്നു. അവനെ കണ്ടവരെല്ലാവരും മൂക്കത്ത് കൈവച്ചു. ഈ മനുഷ്യനായിരുന്നോ ഈ കല്ലറകളിൽ താമസിച്ച് തന്നെ ഉപദ്രവിച്ച് ഇങ്ങനെ ജീവിച്ചത്? അവൻ വസ്ത്രം ധരിച്ച് മിടുക്കനായിട്ട് സമൂഹത്തിന് കൊള്ളാവുന്നതിനായി, അല്ലെ ഏറ്റവും മാന്യനായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്കെല്ലാം അത്ഭുതമുണ്ടാവാനിടയായിരുന്നു. അവൻ്റെ സാക്ഷ്യം കൂടെ കേട്ടപ്പോൾ എത്രമാത്രം വലിയ സംഭവമായിരിക്കും അവിടെ നടന്നിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ടതാണ്, അതിന് നന്ദി പറയുന്നതാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം, അതിൻ്റെ സാക്ഷികളാകുവാനായിട്ട് ഇടയായിത്തരണം. പത്രോസും യാക്കോബും യോഹന്നാനും അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ തങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ എന്നാണ്. ആ നിലയിൽ നമ്മളെ തന്നെ സാക്ഷ്യം പറയുന്നവരായിട്ട് കാണുവാൻ, അങ്ങനെയുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അവൻ്റെ ചോദ്യം, എൻ്റെ വസ്ത്രം തൊട്ടതാര്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ തക്കോളും വിശ്വാസത്തോടെ എന്നെ തൊട്ട ഒരാളുണ്ട്. അവർ മറഞ്ഞിരിക്കേണ്ടവരല്ല, മറന്നു നീക്കി പുറത്തു വരേണ്ടവരാണ്. നമ്മളെ തന്നെ അങ്ങനെ വെളിപ്പെടുത്തുവാനായിട്ട് നമുക്കിടയായി തരണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ വിധത്തിൽ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നും അനേകരോട് ദൈവം ചോദിക്കുന്ന ചോദ്യം ഏതാണ്? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട്, നമ്മുടെ ഉള്ള അവസ്ഥ, നമ്മുടെ നിസ്സഹായത, പാപത്തിൻ്റെ വലിയ ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്ന അവസ്ഥ തുറന്ന് സമ്മതിച്ചാൽ മാത്രം പോരാ, അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട്, കർത്താവേ എന്നെ അങ്ങ് സ്വീകരിക്കണം, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണ് എന്ന് പറയുവാൻ നമുക്കിടയായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സ്വീകരിക്കാനായിട്ട് മനസ്സുള്ളവനാണ്. നമുക്ക് വേണ്ടി പാപത്തിൻ്റെ വലിയ കടം തൻ്റെ ചോര കൊടുത്ത് വീട്ടിയ കർത്താവ് തുറന്നുള്ള നാളുകളിൽ നമ്മളെ രക്ഷിപ്പാനായിട്ട് ശക്തനാണ്. അതിനുവേണ്ടി അധികം കാര്യങ്ങൾ, ഒരു വേർപെട്ട ജീവിതം നയിച്ച് വലിയ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ടുള്ള അവസരങ്ങൾ അവൻ തരും. അതിന് നമ്മളെല്ലാവരെയും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.